ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു സ്കൂൾ പ്രോഗ്രാമായിട്ടാണ് കാണിക്കുന്നത്. എൻ്റെ മോള് പഠിക്കുന്ന ശാസ്തമംഗലം LP സ്കൂളിലെ വാർഷികോത്സവമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം സംഭവങ്ങളൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലേറ്റ് ആയിട്ടോ, നോമ്പൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു പ്രോഗ്രാമുകളൊക്കെ ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ മോളുടെ പ്രോഗ്രാമും അതുപോലെ അവരുടെ കൂട്ടുകാരുടെ ഒക്കെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. നല്ല രസമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു സർ. അടുത്തതായി ഞങ്ങളുടെ സ്കൂളിന്റെ ആദരം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരായ രണ്ട് ഡോക്ടേഴ്സാണ്. നമ്മുടെ ഡോക്ടർ ഇസാഖ് സാർ, പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രസാദ്, അദ്ദേഹത്തെ പദ്ധതികൾ തെളിയിച്ച് സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഒപ്പം മറ്റെല്ലാ വിശിഷ്ട അതിഥികളും. എല്ലാവർക്കും നമസ്കാരം. ശാസ്തമംഗലം ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ഈ ഉത്സവം 2024 അധ്യക്ഷത വഹിക്കുന്ന കൗൺസിലർ ശ്രീ S. മധുസൂദൻ നായർ, സ്വാഗതം പറഞ്ഞ ശ്രീമതി മുംതാസ് AJ ഹെഡ്മിസ്ട്രസ്, വേദിയിലുള്ള ശ്രീ ജോസ് റോയ്, ശ്രീ മനു വർമ്മ, ശ്രീ ആനന്ദകുമാർ, ശ്രീമതി ശരണ്യ, ബഹുമാനായിട്ടുള്ള ശ്രീ അമ്പൂട്ടി, ഡോക്ടർ വിശാഖ്, ഡോക്ടർ സൗമ്യ, അതുപോലെ തന്നെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള വിവിധ വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട കൺവീനർ പ്രോഗ്രാം കമ്മിറ്റി ശ്രീമതി ജീന, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കൂളിന്റെ ഉത്സവം തുടങ്ങണ്ടേ? ഡാൻസ് പാട്ടൊക്കെ ഉണ്ടോ? എല്ലാവരുടെ ഡാൻസ് കളിക്കുന്നവരൊക്കെ ഒന്ന് കൈവക്കിയേ. എല്ലാവരും ഉണ്ടല്ലേ? അപ്പൊ ആരും മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോ കൈ താഴ്ത്താം. അപ്പൊ ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. അപ്പൊ ഈ ഉത്സവം അടിച്ചു പൊളിക്കാൻ റെഡിയാണോ? ഇപ്പോഴത്തെ ചൂട് എങ്ങനെയുണ്ട്? കടുത്ത ചൂടാണ് അല്ലേ? എത്ര ഡിഗ്രി ഉണ്ട് ചൂട്? 34. ഇന്നലെ 35, 36 വരെയൊക്കെ പോയി. അപ്പൊ അതിനിടയിലാണ് നമ്മുടെ ഉത്സവം നടക്കാൻ പോകുന്നത്. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ സ്കൂള് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ PTA നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ സ്കൂളിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരു സ്കൂൾ ബസ് വേണമെന്ന് പറഞ്ഞു, നമ്മളത് അനുവദിച്ചു. പക്ഷെ അതിന്റെ ടാക്സിന്റെ പേപ്പർ റെഡിയാവാത്തത് കൊണ്ടാണ് ആ ബസ് ഇറങ്ങാത്തത്. യഥാർത്ഥത്തിൽ ടാക്സ് നമ്മൾ PTA അടച്ചാൽ ബസ് ഇറക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ആ പൈസ പിന്നീട് റീഇംബേഴ്സ് ചെയ്യും. കാരണം നമുക്ക് ബസിന്റെ വില മാത്രമേ ഇതിന്റെ ഭരണാനുമതി കിട്ടൂ. അപ്പൊ അതിന്റെ ടാക്സും മറ്റു കാര്യങ്ങളും ഒക്കെ അതും MLA ഫണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ അത് ഒരുമിച്ച് വരില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ടാക്സ് PTA അടച്ചെടുത്തെല്ലാം ബസ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോ ഈ പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാൽ നമുക്ക് ബസ് ഇറക്കാം. അല്ലെങ്കിൽ കുറച്ച് ദിവസം സ്കൂളിന്റെ തനത് പ്രവർത്തനമായ സ്കൂൾ റേഡിയോയുടെ ലോഗോ അനാച്ഛാദനം ചെയ്യാൻ ബാങ്ക് ഓഫ് ബറോഡ മാനേജർ ശ്രീ അരുൺകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ലോഗോ ഏറ്റുവാങ്ങാൻ HM മുംതാസ് ടീച്ചറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പങ്കെടുത്ത് മിമിക്രിയിൽ 1ാം സ്ഥാനവും ചിത്രരചനയിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനമായി മാറിയ വൈഷ്ണവ് VR,
അടുത്തതായി നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ സബ് ജില്ലാതല മത്സരത്തിൽ കടങ്കഥയിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ അഭിരാമി സുഭാഷ്, സ്റ്റാൻഡേർഡ് 3. സോഷ്യൽ സയൻസ് മോഡലിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ആര്യൻ ഗിരീഷ്, 3A. വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാനത് കാരണം എൻ്റെ പ്രസംഗം കൂടുതൽ നിർത്തുന്നില്ല. എല്ലാവരും നല്ലതുപോലെ പഠിച്ച് നല്ല നല്ല സ്ഥാനങ്ങളിൽ എത്തുക. നമ്മുടെ ബഹുമാനപ്പെട്ട MLA പ്രസാദ് സാർ പറഞ്ഞ പോലെ ഏത് സ്കൂളിൽ പഠിച്ചാലും നമ്മുടെ ഫൈനലി ഏറ്റവും ടോപ്പായിട്ടുള്ള ഗവൺമെൻറ് കോളേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ പഠിച്ച് നല്ല രീതിയിൽ വരിക. അത്രയേ ഉള്ളൂ. എന്നെ ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് ക്ഷണിച്ച ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സമാപിക്കുന്നു. റിപ്പോർട്ട് അവതരണമാണ്. ശാസ്തമംഗലം ഗവൺമെന്റ് LP സ്കൂളിന്റെ 2023-24 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സീനിയർ അസിസ്റ്റന്റ് ജോസ് റോയ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശാസ്തമംഗലം ഗവൺമെന്റ് LP സ്കൂളിന്റെ 2023-24 അക്കാദമിക വർഷം നടന്ന പ്രവർത്തനങ്ങളുടെ സമഗ്രവും സംക്ഷിപ്തമായ ഒരു റിപ്പോർട്ട് നിങ്ങളേവരുടെയും അറിവിലേക്കായി സമർപ്പിക്കുന്നു. റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. 1905 സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയം സാർത്ഥകമായ 119 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ അക്കാദമിക വർഷം പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെ മലയാളം, ഇംഗ്ലീഷ് മീഡിയങ്ങളിലായി 103 കുട്ടികൾ അധ്യയനം നടത്തുന്നു. പ്രൈമറി വിഭാഗത്തിൽ പ്രഥമാധ്യാപിക ഉൾപ്പെടെ 4 അധ്യാപകരും LKG, UKG വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്ന പ്രീ പ്രൈമറിയിൽ സായി ഗ്രാമം സ്പോൺസർ ചെയ്യുന്ന ഒരു അധ്യാപിക ഉൾപ്പെടെ 2 അധ്യാപികമാരും ഒരു ആയയും കൂടാതെ PTCM, കുക്ക് എന്നിവരും ജോലി ചെയ്തു വരുന്നു. ജൂൺ 1 പ്രവേശനോത്സവം വികസന സമിതിയുടെയും PTA സഹകരണത്തോടെ നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു. ഉദ്ഘാടകനായി പ്രശസ്ത സിനിമ, സീരിയൽ താരവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നാടക പ്രവർത്തകനും ദേശീയ പുരസ്കാര ജേതാവുമായ അമ്പൂട്ടി സാറിന് ലഭിച്ചത് വലിയ ഭാഗ്യമായി കരുതുന്നു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായുള്ള ചെണ്ടമേളം കൊച്ചാർ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളാണ് ഏർപ്പാടാക്കിയത്. ശ്രീമതി ശ്രീലത കുട്ടികൾക്ക് ലഡു വിതരണം ചെയ്തു. മുകുന്ദേഷ് സാറിന്റെ സുഹൃത്ത് എല്ലാ കുട്ടികൾക്കും സ്കൂളിന്റെ പേരെഴുതിയ ബാഗ് വിതരണം ചെയ്തു. അത് സ്കൂളിന് തന്നെ ഒരു അഭിമാനമായ പ്രവർത്തനമായി മാറി. പുല്ലേക്കോണം റെസിഡൻസ് അസോസിയേഷൻ എല്ലാ കുട്ടികൾക്കും ഫ്രൂട്ടി വിതരണം ചെയ്തു. ബാനർ തയ്യാറാക്കി നൽകിയത് മുകുന്ദേഷ് സാറാണ്. സ്കൂൾ പരിസരം അലങ്കരിക്കുകയും കുട്ടികൾക്ക് വർണ്ണത്തൊപ്പികൾ നൽകുകയും അക്ഷര കിരീടം അണിയിക്കുകയും ചെയ്തു. പായസം, മിഠായി എന്നിവ കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്തു. ജൂൺ 2 മുതൽ തന്നെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രീ ടെസ്റ്റ് നടത്തി കുട്ടികളുടെ നിലവാരം കണ്ടെത്തി സന്നദ്ധതാ പ്രവർത്തനങ്ങൾ നൽകുകയാണ് ആദ്യം ചെയ്തത്. ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ശാസ്തമംഗലം വിജയ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നടുകയുണ്ടായി. ഫെഡറൽ ബാങ്ക് ശാസ്തമംഗലം ബ്രാഞ്ച് മാനേജർ ഉണ്ണികൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വിത്ത് വിതരണം ചെയ്യുകയുണ്ടായി. അതോടൊപ്പം സ്കൂൾ അങ്കണത്തിൽ മാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കുകയും കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. സ്കോളർഷിപ്പിന് പാസ്ബുക്ക് തുടങ്ങുന്നതിനായി ഒത്തിരി കുട്ടികളെ ഉണ്ണികൃഷ്ണൻ സാർ സഹായിക്കുകയുണ്ടായി. കുഞ്ഞാറമൂട് സാർ കുഞ്ഞുങ്ങളോട് സംവദിച്ചു. കുട്ടികൾക്കായി ക്വിസ്, പതിപ്പ്, പോസ്റ്റർ രചന എന്നീ മത്സരങ്ങൾ നടത്തി. യോഗാ ദിനത്തിൽ ലേഖ ആയുർവേദ ക്ലിനിക്കിലെ ഡോക്ടർ വിശാഖ് കുട്ടികൾക്കായി യോഗ ക്ലാസ് ആരംഭിച്ചു. തുടർന്ന് മാർച്ച് മാസം വരെയും എല്ലാ ബുധനാഴ്ചകളിലും ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഡോക്ടർ വിശാഖും ഡോക്ടർ സൗമ്യ P. അശോകും നിസ്വാർത്ഥ സേവനം നടത്തി. 2 പേർക്കും സ്കൂളിന്റെ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ജൂൺ മാസത്തിൽ തന്നെ പ്രീ പ്രൈമറിയിൽ ലിറ്റററി ഏരിയ സജ്ജീകരിച്ചു. 5000 രൂപ BRCയിൽ നിന്ന് ലഭിച്ചത് ഉപയോഗിച്ച് പുസ്തക ഷെൽഫ് നിർമ്മിച്ചു. ജൂൺ 23 FLN വാർഡ് കുട്ടികളിലെ നെടുങ്കാട് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് റിസർച്ച് സ്റ്റേഷൻ സന്ദർശിക്കാൻ അവസരമൊരുക്കി. ജൂലൈ 5 പ്രീ പ്രൈമറി കഥോത്സവം സംഘടിപ്പിച്ചു. SCRT റിസർച്ച് ഓഫീസർ വിനീത് സാർ ആയിരുന്നു മുഖ്യാതിഥി. കഥോത്സവ ബാനറിന്റെ മാതൃകയിൽ ഒരു കഥമര ചുവട് സജ്ജീകരിച്ചു. കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല എങ്കിലും മക്കളെ നമ്മുടെ മാതൃഭാഷ ഏതാണ്? നിരവധി മഹാരഥന്മാർ ഒരുപാട് നാളത്തെ കഠിനാധ്വാനം കൊണ്ട്
അവരുടെ പ്രയത്നത്തിലൂടെ മലയാള ഭാഷയെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ച ഒരു കാലഘട്ടത്തിലാണ് മക്കളെ നിങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മാതൃഭാഷ ഏതാണ് എന്നാരെങ്കിലും ചോദിച്ചാൽ തല ഉയർത്തി നിന്ന് അഭിമാനത്തോടെ അന്തസ്സോടെ പറയണം, എൻ്റെ മാതൃഭാഷ അമ്മ മലയാളം. നമ്മുടെ മാതൃഭാഷ ഏതാണ്? ശക്തി പോരാ. നിങ്ങൾ എല്ലാ ഭാഷകളും പഠിക്കണം, പല മേഖലകളിൽ വ്യാപരിക്കേണ്ടവരാണ്. എല്ലാ ഭാഷകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷേ മലയാളം സംസാരിക്കേണ്ട സമയത്ത് ശുദ്ധമായ മലയാളം സംസാരിക്കാൻ നിങ്ങളും ശ്രമിക്കണം. അവരെ അതിന് പ്രാപ്തരാക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും ശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇവിടെ ഒരു നാടകം ഇവരെ കൊണ്ട് ചെയ്യിച്ചു എന്ന് പറഞ്ഞു. അത് അവരുടെ പഠന ഭാഗമായ ഒരു കഥ, അത് വസന്തം വന്നപ്പോൾ എന്ന കഥയെ ആസ്പദമാക്കി അവരിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അത് പൂർത്തിയായിട്ടില്ല. ഇന്ന് ഈ ആനിവേഴ്സറിക്ക് ഒരു വെറുതെ ഒന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇനി പുറം ഇടങ്ങളിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇനിയുള്ള 2-3 ദിവസത്തെ റിഹേഴ്സൽ കൊണ്ട് അത് പൂർണ്ണമാകൂ. എങ്കിലും വളരെ നന്നായി തന്നെ അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പരിശീലിച്ചിട്ടുണ്ട്. അവർ നമ്മളെ അവതരിപ്പിക്കും. അതും ഒക്കെ കണ്ടതിന് ശേഷം വേണം എല്ലാവരും പിരിഞ്ഞു പോകാൻ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സ്കൂളിനും കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എസ് ഫാറ്റിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ ശ്രീ രാജഗോപാൽ സാർ എത്തിച്ചേർന്നിരിക്കുന്നു. സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക്സ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് പ്രസംഗിക്കുന്നത്, മുമ്പിൽ വന്ന് നിൽക്കുന്നതും എല്ലാവരെയും കാണാൻ പറ്റുന്നതും സന്തോഷം. കുട്ടികളുടെ എനർജി കാണാം. എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് ആ എനർജി നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം, സൊസൈറ്റിയുടെ ദൗത്യം. അത് നിറവേറ്റാൻ ടീച്ചർമാർ അവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പാരൻസും ഒരു കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കുന്നതാണ്. എല്ലാവരും ശ്രമിച്ചാൽ നമ്മുടെ സൊസൈറ്റിക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാവും. ഈ സ്കൂൾ വന്നിട്ട് 100 കൊല്ലത്തിലും കൂടുതലായി, 124 കൊല്ലത്തിനടുപ്പിച്ചായി. ആൻഡ് ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ് ടു ബി റണ്ണിങ്. ദാറ്റ് ഷോസ് ദർ ഈസ് സം സ്പിരിറ്റ് ബിഹൈൻഡ് ദി ഫൗണ്ടേഴ്സ്. ഇത് തുടങ്ങിയ ഫൗണ്ടേഴ്സ് ഇതിനു വേണ്ടി കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഗവൺമെൻറ് സെക്ടർ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇത് വളരെ ട്രഡീഷണലായിട്ട് ഈ സ്കൂളിൻ്റെ എല്ലാവിധ മുന്നോട്ടുള്ള പോക്കുകൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നടത്തുന്നു. ശ്രീനിധി വേദിയിലേക്ക് വരണം. നൈനിക റിസ്വാന, രണ്ടാം ക്ലാസ്സിൽ ഗണിതത്തിൽ മികവ് പുലർത്തുന്ന 3 കുട്ടികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി എത്തേണ്ട കുഞ്ഞുങ്ങൾ: രക്ഷിത രാജേഷ്. പുരസ്കാരം നൽകുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് പ്രശാന്ത് സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. സ്വാദിക്. അലൻ PL 2A. അലൻ PL. താങ്ക് യു സർ. ക്യാഷ് പ്രൈസ് ആണ് നൽകുന്നത്. എല്ലാവർക്കും നല്ലൊരു കയ്യടി നൽകി അവരെ പ്രോത്സാഹിപ്പിക്കാം. അധ്യാപിക ശ്രീമതി അനിതകുമാരി ടീച്ചർ ഏർപ്പെടുത്തിയ ഗംഗാധരൻ പിള്ള മെമ്മോറിയൽ ക്യാഷ് അവാർഡ് 1, 2, 3, 4 ക്ലാസ്സുകളിൽ മികച്ച വായനക്കാർക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. പുരസ്കാരം നൽകുന്നതിനായി ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. 1ാം ക്ലാസ്സിൽ നിന്ന് സെഹറ ബിൻ സാജിദ്. 1ാം ക്ലാസ്സിൽ നിന്ന് സെഹറ ബിൻ സാജിദ്. 2ാം ക്ലാസ്സിൽ അമരിസ് അമാൻ.
മൂന്നാം ക്ലാസ്സിൽ നിന്നെത്തേണ്ടത് ശ്രീഹരി ജെ എ. ശ്രീഹരി ജെ എ. കയ്യടി പോരാ. നാലാം ക്ലാസ്സിൽ നിന്ന് രാഹുൽ റോയ്. രാഹുൽ റോയ്. സുശീല ദേവി വാസുദേവൻ നായർ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് ആണ്. നാലാം ക്ലാസ്സിലെ മികച്ച 2 കുട്ടികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. പുരസ്കാരം നൽകുന്നതിനായി ഈ അവാർഡ് ഏർപ്പെടുത്തിയ ജയ ടീച്ചറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അവാർഡ് സ്വീകരിക്കാനെത്തേണ്ട കുട്ടികൾ വൈഷ്ണവ് വി ആർ 4A, വൈഷ്ണവ് വി ആർ, അശ്വിൻ ബി എം 4A, താങ്ക് യു ടീച്ചർ. അടുത്തതായി ഈ സ്കൂളിലെ അധ്യാപിക ജീന ടീച്ചർ ഏർപ്പെടുത്തിയ രാജലക്ഷ്മി അമ്മ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് 3ാം ക്ലാസ്സിൽ അക്കാദമിക മികവ് പുലർത്തുന്ന 3 കുട്ടികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. എത്തേണ്ട കുട്ടികൾ ആര്യൻ ഗിരീഷ് 3A, അഭിരാമി സുഭാഷ്, അലേഖ്യ VS. എൻഡോമെന്റ് വിതരണം ഇവിടെ അവസാനിക്കുന്നു. എനിക്ക് സന്തോഷത്തിന്റെ അതിരുകളില്ല, സത്യമാണ്. വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കുട്ടികളുണ്ടായിരുന്ന സ്കൂളിൽ നിന്നും ആ കുട്ടികൾ ഇന്ന് ഒരുപാട് കുട്ടികളായി മാറി. എനിക്കറിയാം 16 വർഷം വെറും 19 കുട്ടികളുണ്ടായിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് 100-ൽ പരം കുട്ടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ടീച്ചർമാരുടെ ഒരു സ്നേഹോപഹാരമാണ്. നല്ലൊരു കയ്യടി വേണം. അലീന PL, നല്ലൊരു കയ്യടി. അമിത് എസ്, ആഷ്ലിൻ സ്പ്രിന്റു, അശ്വിൻ VM. നല്ലൊരു ക്ലാപ്പ് കൊടുക്കണേ. മുഹമ്മദ് ഫൈസാൻ, ആഷ്ലിൻ സ്പ്രിന്റു, അശ്വിൻ VM, ബ്യൂല ബ്ലസിംഗ്, ദർശിക് ബാബുരാജ്, ദർശിക് ബാബുരാജ്, ഫിദ ഫാത്തിമ, ഗൗരി പാർവതി AK, മണികണ്ഠൻ G, രാഹുൽ റോയ്, ആദിത്യൻ രാജേഷ്, സഞ്ജയ് SS, ശ്രീവേദ് PV, വൈഷ്ണവ് VR, നാലാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. ഒത്തിരി വൈകും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട ഈ സമ്മാനം ഇനിയൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസം സ്കൂൾ അസംബ്ലിയിൽ വെച്ച് കുട്ടികൾക്ക് നൽകാനാണ് വിചാരിക്കുന്നത്. വേദിയിൽ അലേഖ്യ VS, വേദിക SS, അളകനന്ദ AH, അഭിരാമി സുഭാഷ്. Da 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 da
കുഞ്ഞുമക്കളായ വൈഷ്ണവി, കർണിക, സാറ, ഹന്ന, ശിവാനി, ഉത്തര, ശ്രുതിക, ഐശ്വര്യ, അനുഗ്രഹ, സനോജ് ഇവരുടെ ഏകദന്തായ എന്ന ഗണപതി സോങ്ങിലെ ഡാൻസ് നമുക്ക് ആസ്വദിക്കാം.
കുട്ടികൾ ആദ്യമായി ഒരു നാടകം അവതരിപ്പിക്കുകയാണ്. ഒരു സ്റ്റേജിൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള നാടകത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ അമ്പൂട്ടി സാർ ഒരു 10 ദിവസത്തോളമായി നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ട്. 3-ാം ക്ലാസ്സിലെയും 4-ാം ക്ലാസ്സിലെയും എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു നാടകം സാർ ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി സാറ് എടുത്ത എഫർട്ടിന് നമ്മുടെ സ്കൂളിന്റെ പേരിലുള്ള നന്ദി ആദ്യമേ അർപ്പിക്കുകയാണ്. അപ്പോൾ കുട്ടികളാണ്, അവരുടെ ആദ്യ സംരംഭമാണ്. ആദ്യമായി അവരൊരു നാടകം ഇവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊരു അവസരം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി തന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നാടകം അഭിനയിക്കാൻ പ്രാപ്തരാക്കിയ സാറിന് ഒന്നുകൂടി വലിയൊരു നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഒന്നുകൂടി ഈ നാടകം കാണാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു. സ്വാഗതം. സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അലീന, അഭിമന്യു ബിവി, ബ്യൂല ബ്ലെസ്സിംഗ്, ശ്രീഹരി ജെ, അനന്തലക്ഷ്മി, അർഷിൻ സ്പ്രിൻഡു, സഞ്ജയ് SS, അലേഖ്യ VS, കൃഷ്ണയൻ SC, ജീവ ജയേഷ്, ആര്യൻ ഗിരീഷ്, അഭിരാമി KS, അളകനന്ദ AH, അഭിരാമി സുഭാഷ്, ഗൗരി, വേദിക SS, ഫിദ ഫാത്തിമ, ആശ്വിൻ സ്പ്രിൻഡു, വൈഷ്ണവ് VR, വിഷ്ണു M, അമിത് S, ആദിത്യൻ രാജേഷ്, ശ്രീവേദ് PV, രോഹിത് R, ദർശിക് ബാബുരാജ്, രാഹുൽ റോയ്, അഹമ്മദ് ഫൈസാൻ ആൻഡ് അശ്വിൻ BM. അപ്പോൾ നിങ്ങളുടെ ഏവരുടെയും സഹകരണത്തോടെ ഈ നാടകം ഒരു വൻ വിജയമാകാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ.
ഇതിന് സ്കൂളിന് പുറത്തും പോയി അവതരിപ്പിക്കുന്നതിനായിട്ടാണ് ഇവരെ സജ്ജരാക്കിയത്. റിഹേഴ്സലിൻ്റെ കുറവ് കാരണം കുറച്ച് പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൂടി പരിഹരിച്ച് മാത്രമേ ഞങ്ങൾ പുറത്തു പോകുന്നുള്ള ഉറപ്പ് തരികയാണ്. 10 ദിവസത്തോളം ഇവിടെ വന്നെങ്കിലും ആകെ 4-5 ദിവസമായിരുന്നു റിഹേഴ്സൽ നടന്നത്. ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്രയും പഠിച്ചെടുത്തതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഒരു കാര്യം ഉറപ്പ് തരുന്നു, ഇവരെ കൃത്യമായി പരിശീലിപ്പിച്ച് തന്നെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു കൊണ്ടുപോയി അവതരിപ്പിക്കും. Thank you, sir. Thank you so much. Hey,
കുഞ്ഞുങ്ങളാണ്. ശിവഗുരു പൊരുളായ നന്ദനായ വള്ളിനായക പാദ നമാമ്യഹം. ശിവദേവസുതപൂർണ
ശിവശക്തി തന്നോടി ഉലകത്തിൽ കനിവേകി ഗുഹദേവാ ശരവണ പൊയ്കை കണ്ടു ഇന്നും പാലുക്ക് താരാട്ടി വളർത്തിയ പൈതങ്ങളാണ് കുഞ്ഞിക്കണ്ണി തിളർന്നിടും പൊന്നിൽ സൂര്യശോഭയും കൊഞ്ചും ചുമിൽ വിടർന്നിടും തിങ്കച്ചിരി ശരവണ പൊയ്കை കണ്ടു ഇന്നും പാലൂട്ടി താരാട്ടി വളർത്തിയ പൈതങ്ങളാണ്
ചുണ്ടിലെ അഴകുറി ദേവിയാ വേദം വേടനുള്ളിൽ പ്രണയം നിറയും മോഹമാം വള്ളിമലൈ തിരുമണമായി തനികേശനായി തിരുത്തണി തിരുമലയിലെ വള്ളി നായകനാ കുഞ്ഞുങ്ങളാണ്. രക്ഷിത, ആശ്രയ, നിള, നിരു, ആലൻ, ശ്രീദേവ്, അമരീസ്, സ്വാതി. देखो देखो क्या वो पेड़ है चादर ओढ़े या खड़ा कोई देखो देखो क्या वो पेड़ है चादर ओढ़े या खड़ा कोई बारिश है या आसमान में छोड़ दिए हैं नल खुले कहीं हो हम जैसे देखे ये जहां है वैसा ही जैसी नजर चलो 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 नए ख्वाब बुन ले मछलियां भी क्यों उड़ती नहीं ऐसे भी सोचो ना सोचो सूरज रोज नहाए या बाल भिगो के ये बुद्धू बनाए हम ये सारे तारे टिमटिमाए
ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ Raja
Hey,
എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരെ ഇത്രയും മനോഹരമായി പരിശീലിപ്പിച്ച ഈ വിദ്യാലയത്തിലെ അധ്യാപികമാർ, അവർക്ക് ഉറച്ച പിന്തുണ നൽകിയ രക്ഷകർത്താക്കൾ, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വിദ്യാലയത്തിന്റെ നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. ഹിമാചല യമുനാ ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അതുപോലെ ടീച്ചേഴ്സും അതുപോലെ HM എല്ലാവരും കൂടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ PTA ഉള്ളവരും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസ് മാത്രം എനിക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അന്ന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊന്നും അന്ന് നടന്നില്ല കേട്ടോ, ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് വേറൊരു ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുള്ളതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ.